നമസ്കാരം. ഈ ദിവസത്തെ വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. വാർത്താമഴയിലേക്ക് സ്വാഗതം. ഞാൻ അമൃത പടിക്കാൽ. വാർത്തകൾ വിശദമായി നോക്കാം. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ തേടി സിപിഐഎം ദേശീയ നേതൃത്വത്തോട് സംസാരിച്ച് പരിഹാരമുണ്ടാക്കാനാണ് ശ്രമം. അതേസമയം സിപിഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ രൂക്ഷ വിമർശനമുയർന്നു. മുന്നണി യോഗത്തിൽ ഉന്നയിക്കുന്നതിന് മുൻപ് ആവശ്യം പരസ്യമാക്കിയത് ശരിയായില്ല എന്ന് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ വിമർശിച്ചു. ജിബിൻ ജെബിയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി. ജിബിൻ, ഈ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം അതിൽ ഉറച്ചു നിൽക്കുകയാണ് സിപിഐ. ഇനിയിപ്പോൾ കേന്ദ്ര നേതൃത്വം ഇടപെടട്ടെ എന്നാണോ? അമൃത തന്നെയാണ്. കാരണം ഈ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം ഇപ്പോൾ രൂക്ഷമാവുകയാണ്. ഈ സ്ഥാനം വിട്ടുകൊടുക്കണ്ട എന്നുള്ള ഒരു നിലപാടിൽ തന്നെ സിപിഎം നേതൃത്വം ഉറച്ചു നിൽക്കുമ്പോഴാണ് ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്നുള്ള ഒരു നിലപാട് തന്നെ ഇപ്പോൾ സിപിഐ സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ ആ നിലപാട്, അതായത് അങ്ങനെ ഒരു കീഴ്വഴക്കം മുന്നണിയിൽ ഇല്ല എന്നുള്ള ഒരു കാര്യം അദ്ദേഹം വ്യക്തമാക്കി. അതിന് തൊട്ടു പിന്നാലെയാണ് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഒരു വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടുകയും ഇതാണ് തങ്ങളുടെ നിലപാട്, അതിൽ നിന്ന് തങ്ങൾ പിന്നോട്ടില്ല എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഈ ബിനോയ് വിശ്വത്തിന്റെ ഈ നിലപാടിനെതിരെ ഇപ്പോൾ സിപിഐക്കകത്ത് തന്നെ വിമർശനം ഉയർന്നിരിക്കുകയാണ്. കാരണം മുന്നണിയിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഇത് മുന്നണിയിൽ ചർച്ച ചെയ്ത് മുന്നണിയിൽ അറിയിക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള ഒരു കാര്യം അത് പരസ്യമായി പ്രസ്താവന നടത്തിയതിനെതിരെയാണ് ബിനോയ് വിശ്വത്തിനെതിരെ വിമർശനം ഉയരുന്നത്. കാരണം പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ച കാര്യം അത് മുന്നണി യോഗത്തിൽ അറിയിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലൊരു വിഷയം ചർച്ചാ വിഷയമാക്കി മാറ്റി. അതുകൊണ്ട് തന്നെ ഇനി തങ്ങൾക്ക് പിന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്നവർ വ്യക്തമാക്കുകയും ചെയ്തത്. എന്തായാലും ഈ ഒരു കാര്യം, അതായത് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം അത് കേന്ദ്ര നേതൃത്വം വഴി ചർച്ച ചെയ്യാമെന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കാരണം സിപിഐ കേന്ദ്ര നേതൃത്വം അത് സിപിഎം കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തി അവിടെ ഒരു തീരുമാനം എടുക്കാമെന്നുള്ള ഒരു നിലയിലേക്കാണ് ഇപ്പോൾ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. അമൃത. ജിബിൻ ജെബിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്. തൃശൂർ വിയൂർ ജില്ലാ ജയിലിൽ കുഴഞ്ഞുവീണ റിമാൻഡ് പ്രതി രേഷ് ബാബുവിന്റെ മരണം തലച്ചോറിലുണ്ടായ രക്തസ്രാവം മൂലമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞതാണ് ആരോഗ്യനില ഗുരുതരമാകാൻ കാരണമായത്. ശരീരത്തിലെ മറ്റു മുറിവുകൾ എങ്ങനെ വന്നെന്ന് കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കും. ശ്രീജിത്ത് ശ്രീകുമാരൻ തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, രേഷ് ബാബുവിന്റെ മരണം അതേറെ ചർച്ചകൾക്കൊക്കെ വഴിവെക്കുന്നതാണ്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭ്യമായിട്ടുണ്ടല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ പറയുന്നത്? മരണകാരണം എന്താണ്? അമൃത, മരണകാരണം എന്തായാലും മർദ്ദനമല്ല എന്ന് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. മർദ്ദിച്ചതിന് സമാനമായ ചില പാടുകൾ ശരീരത്തിലുണ്ട്. അത് ശരീരത്തിന്റെ പിൻഭാഗത്താണ് 2 മുറിവുകൾ ഉള്ളത്. അത് മർദ്ദിച്ചതാണോ എന്നത് ഫോറൻസിക് വിഭാഗം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ശരീരത്തിൽ നിരവധി മുറിവുകളുണ്ട്. ആന്തരികമായ രക്തസ്രാവം ഉണ്ടായി. അത് തലച്ചോറിലാണ് ഉണ്ടായത്. അതൊരു പക്ഷേ മറ്റെന്തെങ്കിലും അസുഖം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ രക്തസ്രാവം ഉണ്ടായത് എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അതായത് ജയിലിൽ വെച്ച് ഉണ്ടായ ഒരു മർദ്ദനം ഉണ്ടായിട്ടില്ല എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പറയുന്നത്. പക്ഷേ ഏതായാലും മർദ്ദനമല്ല മരണകാരണം എന്ന് തന്നെയാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. ശ്രീജിത്ത് ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത്. അന്താരാഷ്ട്ര സർവീസുകൾ വെട്ടിക്കുറച്ച് ഇൻഡിഗോ. ചൈന, വിയറ്റ്നാം, ഹോങ്കോങ്, മലേഷ്യ, തായ്ലൻഡ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളാണ് താൽക്കാലികമായി റദ്ദാക്കിയത്. അർജുൻ പീതാംബരനുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. അർജുൻ, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം? സാമ്പത്തിക വെല്ലുവിളികൾ കമ്പനി നേരിടുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ഇൻഡിഗോ കമ്പനി കടന്നിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഒരു വിശദീകരണമായി ഇൻഡിഗോ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ ഡിമാൻഡ് കുറവും അതുപോലെ തന്നെ പ്രവർത്തന ചിലവ് വലിയ തോതിൽ വർദ്ധിച്ചതുമാണ് ഈ ഒരു സർവീസുകളെല്ലാം തന്നെ വെട്ടിച്ചുരുക്കാനുള്ള കാരണമായിരിക്കുന്നത്. 5 രാജ്യങ്ങളിലെ 6 നഗരങ്ങൾ, ഈ 6 നഗരങ്ങൾ എന്ന് പറയുന്നത് ലാങ്ക്വാവി, ക്രാബി, ഹോച്ചിമിൻ സിറ്റി, ഹോങ്കോങ്, അതുപോലെ ഷാങ്കായ്, ഈ 6 ഇടങ്ങളിലേക്കുള്ള 6 നഗരങ്ങളിലേക്കുള്ള സർവീസുകളാണ് ചുരുക്കിയിരിക്കുന്നത്. അതും ജൂലൈ 1 മുതൽ സെപ്റ്റംബർ 30 വരെയുള്ള സർവീസുകളെല്ലാം തന്നെ റദ്ദാക്കിയിട്ടുണ്ട്, താൽക്കാലികമായി റദ്ദാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇൻഡിഗോ പറയുന്നു. എന്നാൽ അതേസമയം തന്നെ വലിയ തോതിലുള്ള, അതായത് പ്രതിവാരം 1800 അന്താരാഷ്ട്ര സർവീസുകൾ തുടർന്നും നടത്തുമെന്നുള്ള കാര്യം കൂടിയാണ് ഇൻഡിഗോ വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ ഈ അന്താരാഷ്ട്ര മാർക്കറ്റിലടക്കമുള്ള ഈ ചെലവിന്റെ പ്രശ്നങ്ങളും അതുപോലെ ഇന്ധന വിലയടക്കം കുറയുകയാണെങ്കിൽ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അതിലൊരു ഇളവ് ലഭിക്കുകയാണെങ്കിൽ ഒക്ടോബർ 1 മുതൽ തന്നെ റദ്ദാക്കിയ എല്ലാ സർവീസുകളും വീണ്ടും പുനരാരംഭിക്കുമെന്നുള്ള കാര്യം കൂടി ഇൻഡിഗോ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വാർത്താക്കുറിപ്പിൽ. അമൃത. ശരി, അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്. സമൂഹ മാധ്യമങ്ങളിൽ ലൈവ് അഭിസംബോധന നടത്താൻ ബിജെപിയിൽ നിന്ന് രാജിവെച്ച കെ അണ്ണാമലൈ നാളെ ഉച്ചയ്ക്ക് 12 മണിക്കാണ് ലൈവ്. മനീഷ് മൂർത്തിയുണ്ട് വിവരങ്ങൾ നൽകാനായി ചെന്നൈയിൽ നിന്ന്. മനീഷ്, നാളെ സമൂഹ മാധ്യമങ്ങളിലൂടെ ലൈവ് വരുമെന്ന് പറയുന്നു. അപ്പോൾ പുതിയ പാർട്ടി പ്രഖ്യാപനമൊക്കെ പ്രതീക്ഷിക്കാമോ?
അമൃത, എന്തായാലും പുതിയ പാർട്ടി അല്ലെങ്കിൽ പുതിയൊരു സംഘടന, അത് രാഷ്ട്രീയത്തിന് അതീതമായ ഒരു സംഘടന, അത് രൂപീകരിക്കുക എന്നത് തന്നെയാണ് കെ അണ്ണാമലയുടെ ലക്ഷ്യം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ 4 ദിവസങ്ങളായി അണ്ണാമലൈ ഡൽഹിയിൽ തന്നെയാണ് തുടരുന്നത്. അത് മുതിർന്ന നേതാക്കളുമായും BJPയുടെ ദേശീയ അധ്യക്ഷനുമായും ഒക്കെ ചർച്ചകൾ നടത്തിയിരുന്നു. പക്ഷേ ആ ചർച്ചകളൊന്നും തന്നെ ഫലം കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് അണ്ണാമലൈ തന്നെ ട്വീറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. നാളെ 12 മണിക്ക് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നു, പറയാനുള്ളതെല്ലാം അവിടെ പറയുമെന്നുള്ളതാണ്. അപ്പോൾ അതൊരു പക്ഷേ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു പാർട്ടി പ്രഖ്യാപനമാകാം, തുറന്നു പറച്ചിലാവാം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം BJPയിൽ നിന്ന് വേണ്ടത്ര പരിഗണന ലഭിച്ചില്ല. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് കാലത്തൊക്കെ വലിയ തോതിലുള്ള അവഗണന നേരിട്ടിരുന്നു. മാത്രമല്ല പാർട്ടി പറഞ്ഞ സ്ഥാനങ്ങളോ അല്ലെങ്കിൽ പാർട്ടി പറഞ്ഞ കാര്യങ്ങളോ ഒന്നും തന്നെ പിന്നീട് നടപടികളിലേക്കൊന്നും കടന്നിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ എന്തായാലും അണ്ണാമലൈ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് പാർട്ടി വിടാനൊരുങ്ങുന്നത്. പ്രധാനമായും പറഞ്ഞ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പാർട്ടിയുടെ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രകടനം തന്നെയാണ്. 11.24 ആയിരുന്ന BJPയുടെ വോട്ട് ഷെയർ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും 2.64 എന്ന നിലയിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു നിലയുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടാണ് എന്തായാലും പാർട്ടി വിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കെ അണ്ണാമലൈ എത്തുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നാളെ എന്തായാലും ഒരു പാർട്ടി പ്രഖ്യാപനം, അതല്ലെങ്കിൽ ഒരു മൂവ്മെന്റ്, ഒരു സോഷ്യൽ മൂവ്മെന്റ് എന്ന രീതിയിലുള്ള പ്രഖ്യാപനമായിരിക്കും നടത്തുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമൃത. ശരി, മരേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത് ചെന്നൈയിൽ നിന്ന്. ധവളപത്രം സഭയിൽ. സംസ്ഥാനം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന് വ്യക്തമാക്കി ധവളപത്രവുമായി സർക്കാർ. ആകെ കടബാധ്യത 5.7 ലക്ഷം കോടി രൂപയായി ഉയർന്നെന്നും സംസ്ഥാനം കടുത്ത ട്രഷറി പ്രതിസന്ധിയിലെന്നും ധനകാര്യസ്ഥിതി റിപ്പോർട്ടിൽ പറയുന്നു. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കുടിശ്ശിക ഇനത്തിൽ മാത്രം പുതിയ സർക്കാരിന് 48,733 കോടി രൂപയുടെ അധിക ബാധ്യതയുണ്ട്. സർക്കാർ ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം ഉയർത്തണമെന്നാണ് ധവളപത്രത്തിലെ പ്രധാന ശുപാർശ. സംസ്ഥാനത്തിന്റെ പൊതു സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്തുകൊണ്ട് തയ്യാറാക്കിയ ധവളപത്രം കേരളം അകപ്പെട്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി വരച്ചിടുന്നുണ്ട്. സാമ്പത്തിക സ്ഥിതി ആശങ്കാജനകമെന്നാണ് ധവളപത്രം വിശേഷിപ്പിക്കുന്നത്. ഇതിന്റെ കാരണങ്ങൾ ധവളപത്രത്തിൽ എണ്ണി പറയുന്നു. പെരുകുന്ന കടബാധ്യത. റവന്യൂ വരുമാനത്തിന്റെ 77% ശമ്പളവും പെൻഷനും പലിശയുമടക്കമുള്ള സ്ഥിര ബാധ്യതയിലേക്ക് പോകുന്നു. മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിലയിൽ. കിഫ്ബിയുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും കടബാധ്യത എന്നിവയാണ് ധവളപത്രം ചൂണ്ടിക്കാട്ടുന്ന പ്രതികൂല ഘടകങ്ങൾ. കേന്ദ്രത്തിൽ നിന്നുള്ള സാമ്പത്തിക ഉപരോധം ധവളപത്രം ശരിവെക്കുന്നു. നികുതി പിരിവിലെ കുറവും കേന്ദ്രവിഹിതത്തിൽ വന്ന കുറവും കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ സമ്മർദ്ദത്തിലാക്കുന്നുവെന്നാണ് ധവളപത്രത്തിലെ പരാമർശം. പിണറായി സർക്കാർ അധികാരമൊഴിയുമ്പോൾ ഉണ്ടായിരുന്ന പണബാക്കിയിലും ധവളപത്രം വ്യക്തത വരുത്തുന്നുണ്ട്. മാർച്ചിൽ ട്രഷറി ക്ലോസ് ചെയ്യുമ്പോൾ 6,322.36 കോടിയായിരുന്നു ബാക്കി. മെയ്യിലെ കണക്കുപ്രകാരം 2,211.93 കോടി രൂപയാണ് ട്രഷറി ബാലൻസ്. സാമ്പത്തിക സ്ഥിതി ആശങ്കാജനകമാണെങ്കിലും ദീർഘകാല വീക്ഷണത്തോടെയുള്ള നടപടികളിലൂടെ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുമെന്നാണ് ധവളപത്രം മുന്നോട്ട് വയ്ക്കുന്ന പ്രതീക്ഷ. വരുമാനമുയർത്തൽ, ചെലവ് നിയന്ത്രിക്കൽ, സ്വകാര്യ നിക്ഷേപം തുടങ്ങിയവയാണ് പരിഹാര നടപടികൾ. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം ഉയർത്തണമെന്ന് ധവളപത്രത്തിൽ ശുപാർശയുണ്ട്. പെൻഷൻ പ്രായം 1 വർഷം കൂട്ടണമെന്നാണ് നിർദ്ദേശം. ഇതുവഴി 6,000 കോടി രൂപയുടെ നേട്ടമുണ്ടാകുമെന്നാണ് കണക്കാക്കൽ. 24 തിരുവനന്തപുരം. തിരികെ സ്വാഗതം വാർത്താമഴയിലേക്ക്. വാഹന രൂപമാറ്റത്തിൽ മുഖ്യമന്ത്രി ജൻസിക്ക് നൽകിയ ഉറപ്പ് പാളുന്നു. അനുമതിയില്ലാതെ വരുത്താവുന്ന 18 മാറ്റങ്ങൾ മാത്രം ഉൾപ്പെടുത്തി ഗതാഗത കമ്മീഷണർ തയ്യാറാക്കിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറും. അതേസമയം സർക്കാരിനെ പരിഹസിച്ച് ഡിവൈഎഫ്ഐ രംഗത്തെത്തി. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നടക്കുമല്ലോ. വാഹന മോഡിഫിക്കേഷനിൽ സമഗ്രമാറ്റം പ്രതീക്ഷിച്ചവർക്ക് തൽക്കാലം മുഖ്യമന്ത്രിയുടെ പൂക്കിയ ചിരി കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. മുൻകൂർ അനുമതിയില്ലാതെ വരുത്താവുന്ന 18 രൂപ മാറ്റങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയാണ് ഗതാഗത കമ്മീഷണർ തയ്യാറാക്കിയ റിപ്പോർട്ട്. നിയമതടസ്സങ്ങളില്ലാത്ത 18 തരം സ്റ്റാൻഡേർഡ് എക്യുപ്മെന്റുകൾക്ക് മാത്രമാണ് മുൻകൂർ അനുമതി ആവശ്യമില്ലാത്തത്. സീറ്റ് കവർ, ഫ്ലോർ മാറ്റുകൾ, ഡോർ വൈസറുകൾ, മഡ് ഫ്ലാപ്പുകൾ എന്നിവയ്ക്കും അശ്ലീലമല്ലാത്ത ബോഡി സ്റ്റിക്കറുകൾ പതിപ്പിക്കുന്നതിനും നിയമതടസ്സമില്ല. ഇൻഫർടൈൻമെന്റ് സിസ്റ്റം, സ്പീക്കറുകൾ, ഡാഷ് ക്യാമറ, റിവേഴ്സ് ക്യാമറ, പാർക്കിംഗ് സെൻസറുകൾ, GPS, റൂഫ് കാരിയറുകൾ, 50% കാഴ്ച ലഭിക്കുന്ന സൺ ഫിലിമുകൾ എന്നിവയും ഈ പട്ടികയിലുണ്ട്. വലിയ മാറ്റങ്ങൾക്ക് കേന്ദ്ര മോട്ടോർ വാഹന നിയമം റൂൾ 112 പ്രകാരം മുൻകൂർ അനുമതി നിർബന്ധമാണ്. വാഹനത്തിന്റെ നിറം, എഞ്ചിൻ, ചേസ് ഫ്രെയിം എന്നിവ മാറ്റുന്നതിനും
പ്രത്യേക അനുമതി വേണം. വാഹന ഓൾട്രേഷൻ സംബന്ധിച്ച സുപ്രധാന വകുപ്പായ സെക്ഷൻ 52 പരാമർശിക്കാതെയാണ് പുതിയ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. സർക്കാരിനെ പരിഹസിച്ച് ഡിവൈഎഫ്ഐ രംഗത്തെത്തി. ജൻസികളെ ലക്ഷ്യമിട്ടുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് വാഹനത്തിൽ ആവശ്യാനുസരണം മോഡിഫിക്കേഷൻ നടത്താം എന്നാ പറഞ്ഞത്. ഇപ്പം എന്താ പറയുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റിയറിങ്ങിന് കവർ പിടിപ്പിക്കാനുള്ള മോഡിഫിക്കേഷൻ, മാറ്റ് വിരിക്കാനുള്ള മോഡിഫിക്കേഷൻ. എന്താണ് പുതിയ മോഡിഫിക്കേഷനായിട്ട് പറയാനുള്ളത്? 24 തിരുവനന്തപുരം. മഞ്ഞുമ്മൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം കുറ്റപത്രം നൽകിയത്. നടൻ സൗബിൻ ഷാഹിർ, പിതാവ് ബാബു ഷാഹിർ, ഷോൺ ആന്റണി എന്നിവരാണ് പ്രതികൾ. മഞ്ഞുമ്മൽ ബോയ്സിന് വേണ്ടി ലാഭത്തിന്റെ 40% നൽകാമെന്ന് കാണിച്ച് പ്രതികൾ 7 കോടി രൂപ കൈപ്പറ്റിയെന്നും ലാഭവിഹിതമോ മുതൽമുടക്കോ നൽകാതെ വഞ്ചിച്ചുവെന്നുമാണ് അരൂർ സ്വദേശി സിറാജ് വലിയ വീട്ടിൽ ഹമീദ് നൽകിയ പരാതി. മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് SITക്ക് കൈമാറി. 7 മാസത്തെ അന്വേഷണത്തിനൊടുവിലാണ് 3000 പേജുള്ള കുറ്റപത്രം നൽകിയത്. പ്രതികളുടെ ബാങ്ക് രേഖകൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. കേസിൽ പ്രതികൾക്ക് നേരത്തെ മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. FIR റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. 24 കൊച്ചി. കേരളത്തിൽ കാലവർഷം എത്തിയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാധാരണയേക്കാൾ 4 ദിവസം വൈകിയാണ് കാലവർഷം എത്തിയത്. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കഴിഞ്ഞ വർഷം മെയ് 24-നാണ് കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം എത്തിയത്. എന്നാൽ ഇത്തവണ കാലവർഷം 10 ദിവസം വൈകി. സാധാരണ കാലവർഷം എത്താറുള്ള ജൂൺ 1-നും മഴ മാറി നിന്നു. ഒടുവിൽ സംസ്ഥാനത്ത് കാലവർഷ പ്രഖ്യാപനം. ഇനി 2 ആഴ്ചക്കാലം അതിശക്തമായ മഴയാണ് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത്. അതിതീവ്ര മഴയുടെ സാഹചര്യം എല്ലാ ജില്ലകളിലും ഉണ്ടായേക്കാം. ഇന്ന് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകൾക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ കാസർഗോഡ് മുതൽ എറണാകുളം വരെയുള്ള മധ്യ വടക്കൻ ജില്ലകളിലും ഓറഞ്ച് അലർട്ടുണ്ട്. ഈ മാസം 8 വരെയാണ് നിലവിൽ ശക്തമായ മഴ പ്രവചിച്ചിട്ടുള്ളത്. 2 ആഴ്ചയ്ക്ക് ശേഷം കാലവർഷം ദുർബലമാകുമെന്നാണ് വിലയിരുത്തൽ. എൽനീനോ പ്രതിഭാസം മഴയെ സ്വാധീനിച്ചേക്കാം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. മഴയോടൊപ്പം കാറ്റിനെയും ഇടിമിന്നലിനെയും സൂക്ഷിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നു. അപകട മേഖലയിൽ നിന്ന് മാറി നിൽക്കണമെന്നും നിർദ്ദേശമുണ്ട്. അതേസമയം കേരളത്തോടൊപ്പം തമിഴ്നാടിന്റെ ചില ഭാഗങ്ങൾ, തെക്കൻ അറബിക്കടൽ, ബംഗാൾ ഉൾക്കടലിന്റെ വിവിധ ഭാഗങ്ങൾ, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലും കാലവർഷം വ്യാപിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. വാർത്താമഴ തുടരുന്നു. എറണാകുളം പെരുമ്പാവൂർ വേങ്ങന്നൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഗൃഹനാഥന് പരുക്ക്. വേങ്ങൂർ വീട്ടിമോളം സ്വദേശി ശിവനാണ് പരിക്കേറ്റത്. ആൻമരിയ സണ്ണിയുണ്ട് വിവരങ്ങൾ നൽകാനായി. ആൻമരിയ, ഇത് എപ്പോഴായിരുന്നു കാട്ടാനയുടെ ആക്രമണം? ഇദ്ദേഹത്തിന്റെ പരിക്ക് അത് ഗുരുതരമാണോ? അമൃത, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. ഈ പ്രദേശത്ത് നിരന്തരമായിട്ട് ഈ കാട്ടാനകളുടെ ശല്യമുള്ള പ്രദേശമാണ്. ഇതിനു മുൻപും ഈ രീതിയിൽ ഇവിടെയുള്ള പ്രദേശവാസികൾക്ക് ആനയുടെ ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്. അവരുടെ കൃഷി നശിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പല പ്രദേശത്തും ഉണ്ടായെങ്കിലും അതൊക്കെ തകർത്തുകൊണ്ടാണ് ആന ഈ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത്. അതുമായി ബന്ധപ്പെട്ട് പലതവണ പരാതിപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെയാണ് ഇന്ന് ഈ രീതിയിലുള്ള ഒരു അപകടം ഉണ്ടാകുന്നത്. ഈ കടയിൽ പോയി തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിൽ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. കാലിനാണ് ഗുരുതരമായിട്ട് പരിക്ക് പറ്റിയിരിക്കുന്നത്. ഈ ബഹളം കേട്ട് എത്തിയ നാട്ടുകാരാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ചാലക്കുടി സ്വകാര്യ ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. കാലിന് ഗുരുതര പരിക്കുണ്ടായെന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അമൃത, ആൻമരിയ സണ്ണിയാണ് വിവരങ്ങൾ നൽകിയത്. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മർദ്ദിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയ SIT. കേസിൽ ADGP MR അജിത് കുമാറിന്റെ ഓഫീസിൽ ജോലി ചെയ്ത 2 SIമാരെ ചോദ്യം ചെയ്യുകയാണ്. രാഷ്ട്രീയ വിവാദമായി മാറിയ ഗവൺമെന്റ്മാരുടെ മർദ്ദന കേസ് അട്ടിമറിക്കാൻ ഇടപെടൽ നടന്നുവെന്ന് നേരത്തെ ആക്ഷേപമുയർന്നിരുന്നു. SIT അന്വേഷണം ആരംഭിച്ച ശേഷം കേസ് അന്വേഷിച്ച മുൻ ഉദ്യോഗസ്ഥർ തന്നെ അട്ടിമറി നടന്നുവെന്ന വിവരം നൽകി. ഗവൺമെന്റ്മാർക്കെതിരെ തെളിവില്ലെന്ന് കാട്ടി റിപ്പോർട്ട് നൽകാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് സമ്മർദ്ദമുണ്ടായി എന്നായിരുന്നു ആദ്യ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരുടെ മൊഴി. ADGP MR അജിത് കുമാറിന്റെ ഓഫീസിലെ 2 SIമാരാണ് സമ്മർദ്ദം ചെലുത്തിയതെന്ന് വിവരം നൽകിയിരുന്നു. ഇക്കാര്യത്തിൽ യാഥാർത്ഥ്യമുണ്ടോ എന്നാണ് SIT പരിശോധിക്കുന്നത്. ഗ്രേഡ് SIമാരായ ഗിരീഷ്, ശ്രീകാന്ത് എന്നിവരെയാണ് ചോദ്യം ചെയ്യുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന SITയിലെ അംഗമാണ് ഗിരീഷ്. ശ്രീകാന്തും ആദ്യഘട്ടത്തിൽ ഈ സംഘത്തിലുണ്ടായിരുന്നു. അതേസമയം ഗവൺമെന്റ്മാരുടെ ജാമ്യാപേക്ഷയിൽ ഇന്നലെ ആലപ്പുഴ കോടതിയിൽ ശക്തമായ വാദപ്രതിവാദങ്ങൾ നടന്നിരുന്നു. ശനിയാഴ്ചയും വാദം തുടരും. 24 ആലപ്പുഴ.
രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളായി മല്ലികാർജ്ജുൻ ഖർഗെ, പവൻ ഖേഡ, മൻസൂർ അലിഖാൻ എന്നിവർ മത്സരിക്കും. സജു ചാമക്കാലയിലുണ്ട് ബംഗളൂരുവിൽ നിന്ന്. സജു, വിവരങ്ങൾ. ജൂൺ 18 രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഇപ്പോൾ ഹൈക്കമാൻഡ് പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, അതോടൊപ്പം തന്നെ പവൻ ഖേര, മൻസൂർ അലിഖാൻ എന്നിവരാണ് ഇപ്പോൾ കർണാടകയിൽ നിന്നും രാജ്യസഭാ സ്ഥാനാർത്ഥികളായി മത്സരിക്കുക. അതോടൊപ്പം തന്നെ മറ്റു സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് സംസ്ഥാനങ്ങളിലേക്കാണ് ഇപ്പോൾ രാജ്യസഭ വോട്ടെടുപ്പ് വരുന്നത്. ജൂൺ 21 മുതൽ ജൂലൈ 19 വരെയുള്ള തീയതികളിലാണ് ഇപ്പോഴത്തെ നിലവിലെ സ്ഥാനാർത്ഥികളെ നിയമിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജൂൺ 18 ശേഷം മന്ത്രിസഭാ വികസനമടക്കം കർണാടകയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, അതോടൊപ്പം തന്നെ മൻസൂർ അലിഖാൻ എന്നീ മൂവരുടെ പേര് ഹൈക്കമാൻഡ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സജു ചാമ്പക്കാലയിലാണ് ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. 2026 സാമ്പത്തിക വർഷം മികച്ച വളർച്ചയുമായി ഗോൾഡ് ലോൺ NBFCകളിൽ ഒന്നായ മുത്തൂറ്റ് എംക്രെഡ് ലിമിറ്റഡ്. നികുതി ശേഷമുള്ള കമ്പനിയുടെ ലാഭം മുൻ സാമ്പത്തിക വർഷത്തിലെ 94.18 കോടിയിൽ നിന്ന് 88% ഉയർന്ന് 176.9 കോടിയായി. കൈകാര്യം ചെയ്യുന്ന ആസ്തി 60% വർദ്ധിച്ച് 6,625.07 കോടിയായിട്ടുണ്ട്. തുടർച്ചയായ പോർട്ട്ഫോളിയോ വിപുലീകരണം, സുസ്ഥിരവും ഉത്തരവാദിത്വമുള്ളതുമായ വളർച്ചയിൽ നൽകുന്ന ശ്രദ്ധ എന്നിവയാണ് ഈ നേട്ടത്തിന് പിന്നിലെന്ന് കമ്പനിയുടെ അടിത്തറ കൂടുതൽ ശക്തമാക്കാൻ 2026 സാമ്പത്തിക വർഷം സാധിച്ചെന്ന് മുത്തൂറ്റ് എംക്രെഡ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ മാത്യു മുത്തൂറ്റ് പറഞ്ഞു. കമ്പനിയുടെ മികച്ച പ്രകടനം റിസ്ക് മാനേജ്മെന്റ് സംവിധാനങ്ങളുടെ കരുത്താണ് കാണിക്കുന്നതെന്ന് മുത്തൂറ്റ് എംക്രെഡ് ലിമിറ്റഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ PE മത്തായി പറഞ്ഞു. ഈ വാർത്തയോടെ വാർത്താമഴ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.